പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഭൂരഹിതരായ നിരവധി കുടുംബങ്ങൾ. LDF സർക്കാരിന്റെ കാലത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ പ്രവൃത്തി ആരംഭിച്ച നടുവണ്ണൂർ മന്തങ്കാവിലെ ഫ്ളാറ്റ് സമുച്ചയം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 70 കുടുംബങ്ങൾക്കായി 5 വർഷം മുമ്പ് ഫ്ളാറ്റിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചതല്ലാതെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. സെപ്റ്റംബറിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്തങ്കാവിൽ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഓൺലൈനായി നിർവഹിച്ചത്. 1.97 ഏക്കർ റവന്യൂ ഭൂമിയിൽ 2021 മാർച്ചിൽ പ്രവൃത്തിയും ആരംഭിച്ചു. എന്നാൽ സ്ഥലത്ത് മണ്ണെടുത്ത് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ഭാഗികമായി തുടങ്ങിയതല്ലാതെ മറ്റൊന്നും നടന്നില്ല. കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനായി 2 ബ്ലോക്കുകളിലായി 4 നില കെട്ടിടം നിർമ്മിക്കുന്നതായിരുന്നു പദ്ധതി. ഓരോ ബ്ലോക്കിലും 36 വീടുകൾ വീതമാണുള്ളത്. 8.5 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക. എന്നാൽ എസ്റ്റിമേറ്റ് തുക പര്യാപ്തമല്ലെന്ന് പറഞ്ഞ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറായില്ല. പിന്നീട് അവിടേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നടുവണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ മുരളി പറഞ്ഞു. ലൈഫ് മിഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ MLA ആയിട്ട് സംസാരിച്ച് അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് ഒരു ആലോചന പുനരാലോചന ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രവൃത്തി നടത്താൻ വേണ്ട എല്ലാ ഇതും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇനി ഇവരുടെ പ്രതീക്ഷ പുതിയ സർക്കാരിലാണ്. തങ്ങൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കി നൽകുമെന്ന വിശ്വാസത്തിൽ കഴിയുകയാണ് നിരവധി കുടുംബങ്ങൾ. ക്യാമറാമാൻ അനൂപിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.